നമസ്കാരം. മയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ പലതവണയായി നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വേറൊന്നല്ല, ഇവിടെ ഒരു 2 ഗേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടും എപ്പോഴും പൂട്ടിയിട്ടിട്ടുണ്ടാവും. നമുക്ക് ലഗേജും കൊണ്ട് സ്റ്റെപ്പ് കയറി അതിൽ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വയസ്സായവരായാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ലഗേജും കൊണ്ടൊക്കെ കയറുന്നതായാലും ഇറങ്ങുന്നതായാലും ഒക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവരോടൊന്ന് ചോദിക്കാൻ മതി എന്താ ഇങ്ങനെ ഈ പൂട്ടിയിട്ടേക്കണതിൻ്റെ കാര്യം എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. പിന്നെ എന്തെങ്കിലും അറിയോ ഇതുമായി ബന്ധപ്പെട്ട്? അവര് പറയണത് സാറുമാര് പറഞ്ഞിട്ട് ചെയ്യണമെന്ന്. പക്ഷെ അതിന് വേറെ ഒരു നെഗറ്റീവ് വശം കൂടി ഉണ്ട്. ലഗേജിന്റെ വാടക കിട്ടാൻ കൂടിയിട്ടാണ് അവർ ചെയ്യണത്. പിന്നെ നല്ലുണ്ടെങ്കിൽ കണ്ടമാനം ഇതിനെ കുറിച്ച് ഞങ്ങൾ പോയി അവിടെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു. ഞങ്ങൾക്ക് വാടക കിട്ടില്ല, ഞങ്ങളും പ്രീപെയ്ഡ് ഓടണവരെ പൈസ അങ്ങോട്ട് 2,600 രൂപ അടത്തിട്ട് ഞങ്ങൾ ഓടണം. അതുപോലെങ്കിൽ 1,700 പ്ലസ് 306 രൂപ GST അടക്കം അടത്തിട്ടാണ് ഞങ്ങൾ ഓടണത്. അല്ലാണ്ട് ഞങ്ങൾ അംഗീകാരത്തിലുള്ള തോട്ടമല്ല, ഞങ്ങൾക്ക് ഓട്ടോ കിട്ടല് കുറവാ. അപ്പോൾ അവർ പറയണത് കണ്ടമാനം നെഗറ്റീവ് ആക്ടിവിറ്റീസ് ഇതിവിടെ കടന്നു പോണ കാരണമാണ് ചെയ്യണത്. പക്ഷെ ഇത് അവർക്കൊരു കൃത്യനിഷ്ഠയിലാണ് ചെയ്യണത്. അവർ തോന്നിയ സമയത്ത് അടയ്ക്കും, അവർ ഇഷ്ടത്തിന് തുറക്കും. ഇതിന് മുമ്പ് മന്ത്രിമാര് വരെ വന്നിട്ട് ഇവിടെ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് ബിന്ദു മേഡം വന്നു. ബിന്ദു മേഡം വന്ന് അവിടെ നിന്നു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ തുറന്ന ഈ അടച്ചിട്ടാൽ ചോറിനാൻ പോയി വെയിറ്റ് ചെയ്ത് തുറന്നിട്ടാ പോന്നെ. പിന്നെ രാജു സാർ വന്നപ്പോ പിന്നെ അങ്ങനെ മുൻകൂട്ടി ഇൻഫോം കിട്ടുമ്പോൾ അവർ തുറന്നിടാറുണ്ട്. പിന്നെ അടക്കാറില്ല എന്ന്. പ്രായമുള്ള ആൾക്കാർക്ക് സ്റ്റെപ്പ് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ പൂട്ടിയിട്ടതിന് പകരം തുറന്നിടണമെങ്കിൽ ഇതിലെ ലഗേജ് കൊണ്ട് സിമ്പിൾ ആയിട്ട് വരും ചെയ്യാം. അങ്ങനെയായിരുന്നു, അത് നിങ്ങൾക്കൊക്കെ കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. ഈ പോർട്ടേഴ്സ് ഇപ്പൊ നേരത്തെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ചെന്ന് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചെയ്യണെന്നേ. അപ്പൊ അവര് പറഞ്ഞത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഇതുപോലെ ലോക്ക് ചെയ്ത് ഇടാനുള്ള ഒരു മാസ്റ്ററോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അതിനെപ്പറ്റി അറിയത്തില്ലെന്ന് അവര് പറഞ്ഞത്. അവര് ഫ്രണ്ടിൽ പറഞ്ഞത് ഇവൻ ഇതിപ്പോ അടയ്ക്കുന്ന ടൈം രാത്രി 10 മണി ആ സമയത്തിലെ ആളുകൾക്ക് ആ സമയത്ത് വന്ന് വണ്ടിയിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ലഗേജുമായിട്ട് പോകണ്ടേ? അല്ല, അങ്ങനെയാണ് പിന്നെ അത് അവിടെ എസ്കലേറ്റർ വെക്കരുതല്ലോ. ഇത്രയും പൈസ കൊടുത്തിട്ട് ഫസ്റ്റ് ഫ്ലാറ്റില് മണി മുതൽ വൈകിട്ട് 10 മണി മുതൽ 6 മണി വരെ അത് അവർ പറഞ്ഞേക്കണ. നമ്മളും ചോദിച്ചപ്പോൾ അതന്നെ നമ്മുടെ അടുത്തും പറഞ്ഞേക്കണ. നമ്മളും പറഞ്ഞത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലായ കാര്യം, ഒരുപാട് യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എസ്കലേറ്റർ ഉണ്ടെങ്കിലും അതും സ്റ്റെപ്പ് കയറി വരുന്ന ഒരവസ്ഥ മിക്കതും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് നമ്മളിത് പറയുകയാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു ആക്ഷൻ ജനങ്ങൾക്ക് അനുകൂലമായി എടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു.